സോന, താനൊന്നവിടെ നിന്നേ. എന്റെ കർത്താവേ, ഞാനിതെന്താ കാണുന്നത്? ഇത്രയും നാളെ നമ്മൾ സംസാരിക്കുമ്പോ ഒഴിഞ്ഞു മാറിയ ആള് ദേ നമ്മളെ തേടി ഇങ്ങോട്ട് വന്നേക്കുന്നു. അതിശയം തന്നെ. എന്താണാവോ കാര്യം? താനാണോ ഇന്നലെ ഡാൻസ് പ്രോഗ്രാമിന്റെ ഇടയിൽ കാവ്യയുടെ കോസ്റ്റ്യൂം മാറ്റി വെച്ചത്? അയ്യോ, കോസ്റ്റ്യൂം മാറ്റിയോ? ആര്? ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നിട്ടും അവൾ തകർത്ത് കളിച്ചെന്നാണല്ലോ കേട്ടത്. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ ചോദിച്ചതിന് താൻ മറുപടി തന്നില്ല. നീയാണോ ഇന്നലെ കാവ്യയുടെ കോസ്റ്റ്യൂം മാറ്റിയതെന്ന്? അത് കൊള്ളാലോ, നല്ല തമാശ. ഞാനെന്തിനാ അവളുടെ കോസ്റ്റ്യൂം മാറ്റുന്നത്? പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ നീ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് കാണാനുള്ളതൊക്കെ നീ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. എനിക്കുറപ്പാ നീ തന്നെ അത് ചെയ്തത്. ആണോ? നീ അങ്ങനെ വിശ്വസിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ തന്നെ അത് ചെയ്തത്. അതിനു മാത്രം അവൾ നിന്നെ എന്താ ചെയ്തത്? നീ എന്തിനാ അവളോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്? അതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ അവളെ ഇത്ര കെയർ ചെയ്യുന്നത്? അവൾ ആരാ നിന്റെ? ഇനി നിനക്ക് അവളോട് എന്തെങ്കിലും? അവൾ എൻ്റെ ചിമ്മിയുടെ... മതി, നിർത്ത്. ഒരു ചിമ്മി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഞാനത്ര മണ്ടിയൊന്നുമല്ല. എന്ത് തന്നെയായാലും ഞാനത് സമ്മതിക്കില്ല. എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും നീ അവളോട് കാണിക്കുന്ന ഈ തറ പരിപാടികളൊക്കെ ഇതോടെ നിർത്തിക്കോണം. എടി കാവ്യ, നീ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ കോസ്റ്റ്യൂം മാറ്റി വെച്ചത് ആരാന്നറിയോ? ആ സോനയാ. സോനയോ? അവൾക്കിത് എന്തിന്റെ കേടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. അവളോട് ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നീ നടന്നു മോളെ. അവളോട് ചോദിക്കാനുള്ളതൊക്കെ ഒരാള് നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. ആര്? നിന്റെ കാർത്തി. അല്ലാതെ വേറെ ആര്? നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് വാണിംഗ് ഒക്കെ കൊടുത്തെന്നാ കേട്ടത്. കാർത്തി? അവൾക്ക് വാണിംഗ് കൊടുത്തെന്നോ? അവനെങ്ങനെ മനസ്സിലായി അവളാണ് കോസ്റ്റ്യൂം മാറ്റിയതെന്ന്? ആ, അതൊന്നും എനിക്കറിയില്ല. രാവിലെ സെമിനാർ ഹാളിൽ വെച്ച് അവൻ അവളോട് ചൂടായി. അതും നിന്റെ പേരും പറഞ്ഞു. ഇനിയും നിന്നെ ഉപദ്രവിച്ച അവളെ വെച്ചേക്കില്ലെന്നാ അവൻ പറഞ്ഞത്. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. അവര് തമ്മിൽ വഴക്കിടുമ്പോഴേ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. അവരുവഴി അറിഞ്ഞതാ ഈ ന്യൂസ്. ആ പെണ്ണിന് ഇത് എന്തിന്റെ കേടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഇനി എന്റെ പേരും പറഞ്ഞ് രണ്ടാളും കൂടി എന്തേലും ഇഷ്യൂ ആവോ? അല്ലെങ്കിലും അവൾക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതിന്റെ കുറവുണ്ട്. അത് മിക്കവാറും വീട് കയ്യുന്നാവും. എന്തായാലും എല്ലാം നിന്നോട്ടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഭാഗ്യവതി. എന്നാലും എനിക്കെന്തോ ഒരു പേടി പോലെ. ആ, ഏതായാലും ചിമ്മി ഇവിടെ ഇല്ലാത്തത് നന്നായി. അവനെങ്ങാനിത് അറിഞ്ഞ അവളെ വെറുതെ വിടുവോ? ആ, അത് ശരിയാ. വിയെ പോലെയല്ല ചിമ്മി. അവനായിരുന്നെങ്കിൽ ആ സോനയുടെ മൂക്കിടിച്ച് പരത്തിയാനെ. അല്ല, പറഞ്ഞ പോലെ ചിമ്മി എപ്പോഴാ വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നേ? ഈ ആഴ്ച കഴിയുമായിരിക്കും. ഇനിയിപ്പോ മുംബൈ ഒന്ന് കറങ്ങി കാണാതെ അവൻ തിരിച്ചു വരില്ല. അപ്പൊ അതുവരെ നീ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരുമല്ലോ. വീടെത്തുമ്പോ ഒരുപാട് വൈകും. അവനുള്ളപ്പോ ഇതൊന്നും അറിയണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ ആരുടെ കൂടെ പോകും? നിന്നെ വിളിക്കുന്നേ. ചിലപ്പോ ലിഫ്റ്റ് വരാനായിരിക്കും. ഓ പിന്നെ എന്തെങ്കിലും പറയാനാവും. ഞാൻ പോയി നോക്കട്ടെ. താൻ വാ, കേറ്. എങ്ങോട്ട്? കാറി കേറടോ, ഞാൻ കൊണ്ടുവിടാം. അല്ല, ടീന വരുന്നില്ലേ? താനും കേറിക്കോ. വേണ്ട, എന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ലേറ്റ് ആവും. എന്റെ ബസ് ഇപ്പം വരും. നിങ്ങൾ വിട്ടോ. കാവ്യ, ഓൾ ദി ബെസ്റ്റ്.
എങ്കിൽ പിന്നെ ഞങ്ങൾ പോവാണ്. ആ ഓക്കെ ബൈ. ബൈ കാവ്യ. പറ്റുവാണെങ്കിൽ തന്നെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് ചിമ്മി പറഞ്ഞിരുന്നു. അവൻ വരുന്നത് വരെ ഇനി എനിക്കാ ഡ്യൂട്ടി. ആണോ? അതേതായാലും നന്നായി. താങ്ക് യു ചിമ്മി, നീ മുത്താണ്. അല്ല, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡെയിലി എന്നെ കൊണ്ടുവിടുന്നത് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ കൂടി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. ഷോ, ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? കുക്കി, കൺട്രോൾ. ബലം പിടിച്ചിരിക്കാം. ഷോ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. എന്താ എന്തു പറ്റി ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഞാൻ ചുമ്മാ ആലോചിച്ചതാ. തമ്മിൽ കണ്ട അന്ന് തൊട്ട് വഴക്കായിരുന്നു. എന്നിട്ടിപ്പോ എന്നിട്ടിപ്പോ എന്തായി? ഇഷ്ടമാണെങ്കിലേ അങ്ങ് തുറന്നു പറയണം മിസ്റ്റർ. താനിത് എൻ്റെ കൂടെ. ഇപ്പൊ ഓർക്കുമ്പോ ഒക്കെ ഒരു തമാശയായി തോന്നുന്നു. ശരിയാ, ഓർക്കാൻ സുഖമുള്ളൊരു തമാശ. ആഹാ, താൻ സാഹിത്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇയാൾക്ക് കത്തിൽ സാഹിത്യം എഴുതാമെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ? എന്താ, എന്തേലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ തന്നെ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഇവൻ പറയട്ടെ. അയ്യോ, ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലോ? എന്റെ മനസ്സറിയാൻ വെയിറ്റ് ചെയ്യുന്നതാണെങ്കിലോ? ഓ, ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. എപ്പോഴാടോ താനൊന്ന് പറയുന്നേ എന്നെ ഇഷ്ടാണെന്ന്? എന്നിട്ട് വേണ്ടേ എനിക്കും എല്ലാം പറയാൻ? എന്നാ പിന്നെ നാളെ പറഞ്ഞാലോ? എടോ, താനെന്താ സ്വപ്നം കാണുവാണോ? ദേ വീടെത്തി. ഞാൻ ഇറങ്ങുന്നില്ല, ജീനാൻറ്റീനോട് പറഞ്ഞേക്ക്. പിന്നെ രാവിലെ പിക്ക് ചെയ്യാൻ ഞാൻ വരണോ? അത് പിന്നെ വേണ്ട, രാവിലെ ഞാൻ ബസ്സിന് വന്നോളാം. ശരി. തൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ചിമ്മി തന്നതാ. ഞാൻ അതിലേക്കൊരു മെസ്സേജ് അയക്കാം. എൻ്റെ നമ്പർ സേവ് ചെയ്തേക്ക്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വിളിക്കാലോ. എങ്കിൽ പിന്നെ ഞാൻ പോവാണേ. ബൈ. ഓക്കെ, ബൈ. கடவுளில்லை என்றே தாயை காணும் வரை கனவு இல்லை என்றே ஆசை தோன்றும் வரை காதல் பொய் என்று சொன்னேன் உன்னை காணும் வரை. എന്താ കുക്കീസേ, ഈയിടെയായിട്ട് എപ്പോഴും പാട്ടാണല്ലോ. എന്താ, എന്റെ പാട്ട് കൊള്ളില്ലേ? എന്റെ മോളുടെ പാട്ടും ഡാൻസും ഒക്കെ അടിപൊളിയല്ലേ? അന്നത്തെ ഡാൻസ് കാണാൻ പറ്റാത്തേല ജീനമ്മയ്ക്ക് വിഷമം. ആ, അത് കാണാതിരിക്കുന്നതാ നല്ലത്. ആ ജീനാമേ, നാളെ കോളേജില് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കാണണം. ഞാൻ നാളെ വരാൻ ലേറ്റ് ആവുവേ. ആ, കാർത്തികനുണ്ടാവുമല്ലോ. അവനുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. എനിക്കും കാർത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഡി, നീ ഇതെന്താലോചിച്ച് നിൽക്കുക? പോയി കിടക്കാൻ നോക്ക്, നാളെ പോകേണ്ടതല്ലേ? ഓ ശരി മുതലാളി, ഞാൻ പോയി കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ്. ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ട് എന്തൊരു മനസ്സുഖം അല്ലേടി? നീ എന്താ മൂളുന്നേ? എന്ത് പറ്റി? അതല്ലടി, ഇന്ന് അവനെ കണ്ടില്ല. പ്രോഗ്രാം ആയതുകൊണ്ട് ബിസിയാണെന്ന് തോന്നുന്നു. ഇന്നലെ ഞാൻ എല്ലാം പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. ഇന്നെങ്കിലും എനിക്ക് പറയണം, പക്ഷേ ആളെ കാണണ്ടേ? അവന്റെ പ്രോഗ്രാം ഉണ്ടെന്ന്, അതിന്റെ തിരക്കായിരിക്കും. അല്ലടി, നിങ്ങളുടെ കാര്യം ചിമ്മിക്കറിയാവോ? ആ നീ ലെറ്റർ എഴുതുന്നതും പിന്നെ നിനക്ക് അവനോട് ഇഷ്ടം തോന്നിയതും ഒക്കെ ചിമ്മി അറിഞ്ഞോ? ഇല്ലടി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
ആദ്യം ആ കാർത്തിയുടെ വായിന്ന് എല്ലാം കേൾക്കണം. എന്നിട്ട് ഞാൻ അവനോട് പറയൂ. പറ്റുമെങ്കിൽ നീ ഇന്ന് തന്നെ പറ. എന്നിട്ട് നിങ്ങൾ രണ്ടാളും കയ്യും പിടിച്ച് ആ സോനയുടെ മുന്നിൽ കൂടി നടക്കണം. ഓ, ഓർത്തിട്ട് തന്നെ രോമാഞ്ചം വരുന്നു. എടി ഒന്ന് വേഗം സെറ്റാവടി. അയ്യടാ, പെണ്ണിന്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ? എല്ലാം പറയാം, പക്ഷേ ആളെ ഒന്ന് കണ്ടിട്ടുണ്ടേ. ഡ്യൂറ്റ് സോങ് അല്ലേ അവൻ പെർഫോം ചെയ്യുന്നത്. ഹാ, അപ്പൊ പിന്നെ ഏതെങ്കിലും പെൺപിള്ളേരുടെ കൂടെ പ്രാക്ടീസ് ആയിരിക്കും. കാവ്യ, ആ, ഇതാര്? എന്താണാവോ? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞോ? എടോ, ചെറിയൊരു പ്രശ്നം. എൻ്റെ കൂടെ പെയറായിട്ട് പാടുന്ന കുട്ടിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ. അവൾക്ക് പാടാൻ പറ്റില്ലെന്നാ പറയുന്നത്. താനൊരു ഹെൽപ്പ് ചെയ്യൂ. തനിക്ക് എൻ്റെ കൂടെ ഒന്ന് പാടാമോ? ഞാനോ? എന്റെ വോയിസ് ഒട്ടും കൊള്ളത്തില്ലെന്ന് തനിക്കറിഞ്ഞൂടെ? ഞാൻ പാടിയ തീരെ ശരിയാവില്ല. നീ എന്താ പ്രതികാരം ചെയ്യുവാണോ? ബ്ലഡി ഫുൾ. പാവം, ഒന്ന് കൂടെ പോയി പാടടി. എടോ, ഞാൻ അന്ന് പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് കളാ. താനൊന്ന് ഹെൽപ്പ് ചെയ്യടോ. അവളില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി തൻ്റെ അടുത്തേക്കല്ലേ വന്നത്. അത് തൻ്റെ വോയിസ് ഇഷ്ടമായോണ്ടല്ലേ. പ്ലീസ് ഒന്ന് പാടോ, അല്ലെങ്കിൽ പരിപാടി മൊത്തം കൊളാവും. ശരി, ഞാൻ പാടിക്കോളാം. എന്നാ പിന്നെ താൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് വാ. ഞാൻ അവിടെ ഉണ്ടാകും. നമുക്കൊന്ന് പാടി നോക്കാം. ഓക്കെ? ആ, പിന്നെ ഒന്നുമില്ല, താൻ വാ, ഞാൻ അവിടെ കാണും. അപ്പോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. അവര് നിന്നോടെന്തോ പറയാനുണ്ട്. ഞാനുള്ളത് കൊണ്ടാവും ചിലപ്പോ പറയാതിരുന്നേ. അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്ന് തന്നെ പറയും. ഈ പെർഫോമൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോ ഇന്ന് കാവ്യയുടെ കാർത്തിയുടെ ഡുവറ്റ് സോങ്. എടോ, താൻ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ടെൻഷൻ ഉണ്ടോ? ഇല്ലാതെ പിന്നെ. ക്യാൻറ്റീനിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ട് ടെൻഷൻ ഇല്ലാതിരിക്കോ? എന്തിനാ ടെൻഷൻ? ഞാനില്ലേ കൂടെ. പ്രാക്ടീസൊക്കെ തകർത്ത് പാടിയില്ലേ? പിന്നെന്താ? താൻ വാ, ടൈമായി. जो बरसे सपने बूंद बूंद नैनों को मूंद मूंद, जो बरसे सपने बूंद बूंद नैनों को मूंद मूंद, कैसे मैं चलूं देख ना सकूं अनजाने रास्ते। गूंजा सा है कोई एक तारा गूंजा सा है कोई एक तारा, गूंजा सा है कोई एक तारा गूंजा सा है कोई एक तारा, धीम बोले कोई एक तारा धीम बोले कोई एक तारा, गूंजा सा है कोई एक तारा गूंजा सा है कोई एक तारा। पता इसे है पता, जो बरसे सपने बूंद बूंद नैनों को मूंद मूंद, जो बरसे सपने बूंद बूंद नैनों को मूंद मूंद, कैसे मैं चलूं देख ना सकूं अनजाने रास्ते।
എടോ, ഞാനെന്താ പറയാ, പ്രോഗ്രാം അത്രയ്ക്ക് ഗംഭീരായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു യു കാവ്യ. തന്നോട് എങ്ങനെയാ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. താനില്ലായിരുന്നെങ്കിൽ ഈ ഇവന്റ് തന്നെ കൊളായേനെ. താങ്ക് യു കാവ്യ, താങ്ക് യു സോ മച്ച്. താൻ നല്ല കിടിലനായിട്ട് പാടി. ഇറ്റ് വാസ് ഓസം. ഓ സോറി, ഞാൻ പെട്ടെന്ന് എക്സൈറ്റ്മെന്റിൽ അറിയാതെ. ഇറ്റ്സ് ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. എടോ, എനിക്ക് കുറച്ച് ഡ്യൂട്ടീസ് കൂടെ ബാക്കിയുണ്ട്. അതൊക്കെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം വരാം. ഒരു 10 മിനിറ്റ് താൻ ഇവിടെ വെയിറ്റ് ചെയ്യും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെന്തിനാ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ? താൻ പറഞ്ഞോടോ, തനിക്കെന്നോട് എന്തു വേണേലും പറയാലോ. ശരിയാ, ഇപ്പോ എനിക്ക് തന്നോട് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മുൻപ് തന്നെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു. പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ട് ആ ദേഷ്യം കൂടി. താനാണ് ചിമ്മിയുടെയും ചീനാമ്മയുടെയും പ്രിയപ്പെട്ട കാർത്തി എന്നറിഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. പിന്നീട് എപ്പോഴോ ആ ദേഷ്യം പതുക്കെ ഇല്ലാതെയായി. തന്നോട് എനിക്കുണ്ടായിരുന്ന വെറുപ്പും വാശിയൊക്കെ ഒരുതരം ഇഷ്ടമായി മാറി. ആ കത്തുകൾ അവന്റെ ഇഷ്ടത്തിന്റെ ആഴം കൂട്ടി. ഒരാഴ്ച തന്നെ കാണാതിരുന്നപ്പോ ഞാൻ അനുഭവിച്ച ഫീലിങ്സ്, അതിന്റെയൊക്കെ അർത്ഥം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മറ്റാരോടും ഇതുവരെ തോന്നാത്ത എന്തോ ഒന്ന് തന്നോട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇനിയും ഇത് മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാൻ വയ്യ. കാർത്തി, എനിക്ക് തന്നെ ഇഷ്ടാണ്. ഞാൻ വിചാരിച്ചത് ആദ്യം താൻ തന്നെ എല്ലാം തുറന്നു പറയുന്ന. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. അതാ ഞാൻ ഇപ്പൊ തന്നെ എല്ലാം തുറന്നു പറഞ്ഞത്. അല്ല, താനിത് എന്തൊക്കെയാണോ പറയുന്നത്? അതോ ഇനി എന്നെ കളിയാക്കിയതാണോ? ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇയാളല്ലേ ആ ലെറ്റേഴ്സ് എന്റെ ബുക്കിൽ വയ്ക്കുന്നത്? എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് ഇയാളല്ലേ? ഞാനോ? എടോ, തന്നെ ആരോ കാര്യമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഞാനെന്തിനാ കത്തൊക്കെ എഴുതുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞാൽ പോരെ. അല്ല, താൻ എന്തിൻ്റെ പേരില്ല അത് ഞാനാണ് എഴുതിയതെന്ന് വിശ്വസിച്ചത്? ഒരു കത്ത് കിട്ടിയപ്പോൾ തന്നെ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എഴുതിയതാണെന്നങ്ങ് വിശ്വസിച്ചല്ലേ? കൊള്ളാം. ഏയ് എടോ, താൻ കരയുവാണോ? അപ്പോ തനിക്കെന്നെ ശരിക്കും? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ. എടാ വി, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ പ്രിൻസിപ്പൽ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുക്കുവാ? നീ വന്നേ, ചീഫ് ഗസ്റ്റ് ഇപ്പൊ വരും. ആ അരുൺ, ഞാനിതാ വരുവാ. കാവ്യ, ഞാനിപ്പോൾ വരാം. താൻ ഇവിടെ തന്നെ നിൽക്കും. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ അരുൺ, നീ വാ. കാവ്യ, കാവ്യ, ഇവളിവിടെ ഇല്ലേ? ഷടാ, ഇവളിതെവിടെ പോയി? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു. ജീനാൻ്റീനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ ജീനാൻ്റി, ഇത് ഞാനാ. ആ കാർത്തിമോനായിരുന്നോ? ഞാൻ വിളിച്ചത് കാവ്യ അവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയാ. ആ, അവൾ വന്നതേ ഉള്ളൂ. കാർത്തിമോനെ തിരക്കായതുകൊണ്ട് അർജുൻ്റെ കൂടെയാ അയച്ചതെന്ന് പറഞ്ഞു. അർജുൻ? ആ, ഞാനാ അവളെ അർജുൻ്റെ കൂടെ പറഞ്ഞു വിട്ടത്. ഞാനിവിടെ കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ടാ. ആ,
പിന്നെ അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. വന്നപ്പോ മുതലേ മൂഡ് ഓഫാ. പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. എന്താ മോനെ, കോളേജിൽ വല്ല ഇഷ്യൂ ഉണ്ടായോ? ഏയ്, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പരിപാടിയൊക്കെ ഗംഭീരായിട്ട് നടന്നു. കാവ്യ അടിപൊളിയായിട്ടാ പാടിയത്. ഞങ്ങളുടെ പെർഫോമൻസ് ആയിരുന്നു ഹൈലൈറ്റ്. ഓ അതെയോ? അല്ലെങ്കിലും എന്റെ മോളും കാർത്തിമോനും സൂപ്പർ അല്ലേ? ആ മോനെ, ചിമ്മി വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ആ ശരി ജീനാൻറ്റി. നീ എന്താടാ നേരത്തെ വിളിച്ചിട്ട് എടുക്കാഞ്ഞേ? മമ്മി വിളിക്കുന്ന ടൈമില് ഞങ്ങൾ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്യായിരുന്നു, അതാ ഫോൺ എടുക്കാഞ്ഞ്. എന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ഫുഡൊക്കെ കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. ഇന്ന് കുക്കിയുടെയും കാർത്തിയുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഇപ്പോഴാ വീഡിയോസ് ഒക്കെ കണ്ടത്. എന്നിട്ട് അവൾ എത്തിയില്ലേ? ആ അവള് വന്നു. പക്ഷേ വന്നപ്പോ മുതലേ മൂഡ് ഓഫാ. എന്താന്നറിയില്ല. നീ ഒന്ന് അവളെ വിളിച്ച് കാര്യം അന്വേഷിക്ക്. മൂഡ് ഓഫോ? എന്തിന്? ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ചിമ്മി. എന്താടി, എന്താ നിനക്ക് പറ്റിയത്? ഈയിടെയായിട്ട് നിനക്ക് വെറും മൂഡ് ഓഫ് ആണല്ലോ. എന്താ പ്രശ്നം? എനിക്കറിയില്ല ചിമ്മി, എനിക്കൊന്നും അറിയില്ല. നീയില്ലാതെ ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നുക. നീ ഒന്ന് വേഗം വാ, എനിക്ക് പറ്റുന്നില്ല. അയ്യേ, നീ കരയുവാണോ? ഒന്ന് പോയേടി. ഞാനില്ലാഞ്ഞിട്ട് നിനക്ക് ഇത്രയ്ക്ക് സങ്കടോ? അപ്പോ നിനക്കെന്നോട് സ്നേഹം ഉണ്ടല്ലേ? അതറിഞ്ഞാ മതി. ഞാൻ എന്തായാലും ഈ വീക്ക് വരില്ല, ഒരാഴ്ച കഴിയും. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, എനിക്ക് വേറെ എന്ത് പ്രശ്നം? നീ ഒന്ന് വന്നാ മതി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഈ ചിമ്മിയുടെ വില? നീ ഒന്ന് ഉഷാറാവടി, വെറുതെ മറ്റുള്ളവരെ കൂടി ടെൻഷൻ അടുപ്പിക്കാൻ. ഞാൻ വേഗം വരാൻ നോക്കാം. അപ്പോഴേക്ക് എന്റെ മോള് എന്നോട് അടികൂടാ റെഡി ആയിരിക്കണം, കേട്ടല്ലോ? കണ്ടെത്തരായിരുന്നു. പക്ഷേ ഇനി ഞാൻ ഇതിന്റെ പേരിൽ വിഷമിച്ചിരിക്കില്ല. എന്നെ സ്നേഹിക്കാൻ ഇത്രയും പേരുള്ളപ്പോൾ ഒരാൾക്ക് തോന്നാത്ത സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? എല്ലാം ഞാൻ മറന്നോളാം, മറന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവരും കൂടി വിഷമിക്കും. അതെനിക്ക് സഹിക്കാനാവില്ല. പക്ഷേ കാർത്തി, നിന്നെ ഞാൻ എങ്ങനെ മറക്കും? എടി കാവ്യേ, ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. ഛേ, എന്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാ ആ ലെറ്റർ വെക്കുന്നത് അവനാണെന്ന്. അതിൽ പറയുന്ന കാര്യങ്ങള് ശരിക്കും അവന്റെ സാഹചര്യങ്ങളായിട്ട് അത്രയ്ക്ക് മാച്ച് ആയിരുന്നു. അതാ ലെറ്റർ വെക്കുന്നത് നീയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി. ഏയ്, നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒക്കെ എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. അവന് എന്നോട് പ്രേമമാണെന്ന്.
പക്ഷേ എൻ്റെ പ്രണയം സത്യമായിരുന്നു. അതുകൊണ്ടാ ഞാൻ എടുത്തു ചാടി ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞത്. ചിമ്മി പറയുന്നത് എത്ര ശരിയാ. എൻ്റെ ഈ കുട്ടിക്കളി കാരണമാ ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നത്. ഡീ, നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? ആ ലെറ്റർ വെച്ചവനെ കൈ കിട്ടിയിട്ട് വേണം അവന് 2 എണ്ണം കൊടുക്കാൻ. എന്തിന്? ഒന്നുമില്ലെങ്കിലും എൻ്റെ ആദ്യ പ്രണയം തുടങ്ങി വെച്ചത് ആ ലെറ്റേഴ്സ് അല്ലേ? അതുകൊണ്ട് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ആ ലെറ്റർ കാരണല്ലേ? അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വേണ്ടടി, ഒന്നും വേണ്ട. ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കാർത്തി, അവൻ... നീ അതൊക്കെ വിട്. വിഷമം വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടേണ്ട. ഞാൻ ആദ്യം കണ്ട കാമിയില്ലേ, അതാ നിനക്ക് ചേർച്ച. ഇനി അതിനെ പറ്റിയാണ് ആലോചിക്കണ്ട. എന്നാ പിന്നെ നീ തന്നെ പറ, എന്താ പുതിയതായിട്ട് ആലോചിക്കാനുള്ളത്? ഒരു കാര്യമുണ്ട്. ഇന്ന് പുതിയ സാർ വരുന്നുണ്ട്. ശ്രീലത മിസ്സിന് പകരം വരുന്നതാ. നല്ല സാറായ മതിയായിരുന്നു. ആണോ? എന്നിട്ട് നീ കണ്ടോ സാറിനെ? ഞാനിവിടുന്ന് കാണാനാ. ആ, ദേ ബെല്ലടിച്ചു. ഇത് ശ്രീലത മാമിന്റെ അവറല്ലേ? അപ്പോ ഈ അവറായിരിക്കും സാറ് വരുന്നത്. ആ, വരട്ടെ, നമുക്ക് നോക്കാം. പുതിയ സാർ വരുന്നുണ്ട്. എന്നാ ലുക്കാന്നറിയോ? വെടിച്ചില്ല പോലൊരു പേരും, ക്രിസ്ത്യൻ ജോസഫ്.